ഇങ്ങനെ വാരി വലിച്ചെറിയുന്ന എന്തിനാ? ഞങ്ങൾക്കാർക്കും വേണ്ട സാധനം. എന്നിട്ട് എവിടെ? ആരെടുത്തു? ചിലപ്പോ കുടിച്ചു തീർത്തിട്ടുണ്ടാവും. ഓർമ്മയില്ലാത്ത ആരോട് കൂറ്റാ ഈക്കിയൊപ്പിച്ചതുണ്ടല്ലോ. അത്ര ബോധമില്ലാത്തല്ലേ രായപ്പനായിട്ടത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒട്ടിക്കാത്ത അരക്കുപ്പി റമ്മ ഞാനാ ഈ മേശക്കകത്ത് വെച്ചത്. വെച്ചെങ്കിൽ അവിടെ കാണും. എടുക്കടി എടുക്കടി. എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണത് എന്തിനാ? ഞാൻ കണ്ടില്ല. എന്നാ വിറ്റ് കാശാക്കി കാണും. ആരെ? നിന്റെ തന്ത. അല്ലെങ്കിൽ രാത്രി വരുവാർക്കെടുത്ത് സൽക്കരിച്ച് കാണും. എന്ത് തോന്നിയാ പറയണേ? വേണ്ടടി, നീ വലിയ ശീലാവധി നിൽക്കാൻ വേണ്ട. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു ഒക്കെ എനിക്കറിയാം. ഒരു ദിവസം തൊട്ടിസുഖം പിടിക്കും ഞാൻ എല്ലാത്തിനെ. കണ്ണീരൊന്നും കാണിക്കണ്ടടി. ഞാനും കുറെ പെണ്ണുങ്ങളെ കണ്ടവനാ. എന്താ ഉണ്ടായേ? അയ്യോ പാവം, ഒന്നും അറിഞ്ഞില്ല. ആർക്കാ എടുത്ത് വെച്ചത്? എന്ത് കൈ കിട്ടിയ എന്തുകൊടുത്ത് വിൽക്കുമല്ലോ. വിറ്റ് ഉപ്പിയത്തോടെ വിറ്റില്ലേ? ഇനിയും വിൽക്കാനുണ്ടല്ലോ ഇവിടെ ഒരെണ്ണം കൂടെ. നിൽക്കുന്നു മൂത്ത് പഴുത്ത്. നല്ല വില കിട്ടും. ഞാൻ തരാൻ കാശ്. ഈ രായപ്പനെ തനിക്കറിയില്ല. ഇന്ന് വരെ ഒരുത്തൻ മണ്ണ് നുള്ളിയിട്ടിട്ടില്ല എന്റെ ദേഹത്ത്. എന്റെ ചോറ് നിന്നോണ്ട് പെണ്ണു കൊടുക്കുക. അങ്ങോട്ട് വരിക്കന്നെ. തൊറോ തൊണ്ടനെ തൊറോ. എന്താടോ ഒന്നും മിണ്ടാത്തെ? നാണം കെട്ട വർഗം. അമ്മ എന്ത് വിവരക്കേടായി കാണിക്കണം? ഇങ്ങനെ ഉറക്കള ചൊല്ലി അസുഖം വരുത്തി വെക്കും. ലൈറ്റ് കിടക്കണണ്ട ഞാൻ എണീറ്റത്. എന്റെ കുഞ്ഞിപ്പോ എവിടെയാണാവോ? ഒരാഴ്ചയായല്ലോ ഒന്ന് കണ്ടിട്ട്. അതിബുദ്ധി കാണിക്കണതാ. ഒരു കത്തെങ്കിലും എഴുതി കൂടെ അവന്. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. ഇത് കൂടി നമ്മൾ എന്ത് ചെയ്യും? പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? 2-3 ദിവസം കൂടെ കഴിയട്ടെ. പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ അറിഞ്ഞിട്ട് മതി. നമ്മളിപ്പോ ചെയ്യണതൊക്കെ അബദ്ധാവുമെന്നോ എന്റെ ഭയം. അബുവിനെ വെട്ടിച്ചവൻ മാറിയോന്ന് എനിക്ക് സംശയം. അവൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതും ശരിയാ. അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോ. ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു. ഇതെന്താ ആരും ഉറങ്ങില്ലേ? ആരൊക്കെയാ മനസ്സിലായില്ലല്ലോ. ഞങ്ങള് ശിവശങ്കറിന്റെ സുഹൃത്തുക്കളാണ്. ശിവൻ എത്തിയില്ലേ ഇതുവരെ? എന്റെ മക്കളെ ഇതുവരെ ഒരു വിവരമില്ല. ഒരു കത്ത് പോലും അയച്ചില്ലേ? അതല്ലേ സങ്കടം. ഞങ്ങളിവിടെ ആകെ വിഷമത്തില. ഞങ്ങളും ആകെ വിഷമത്തിലാ. ശിവനെ കാണാത്തത്. ചേട്ടനല്ലേ? അതെ. ഒന്ന് വരൂ, ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മ പോയി ഉറങ്ങിക്കൊള്ളൂ. ഇനിയിപ്പോ നമ്മൾ എവിടെ അന്വേഷിക്കും ചേട്ടാ? സംഗതി ആകെ പ്രശ്നമായല്ലോ. നിങ്ങൾ അവന്റെ കൂടെ ജോലി ചെയ്യുന്നവരാണോ? ഇപ്പൊ ഞങ്ങള് ഒരേ തൊഴിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരാ. ഒച്ച വയ്ക്കരുത്. കഴിവതും സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ ആരാണ്? ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്നെ കൊല്ലരുത് എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ചേട്ടാ സത്യം പറയും, ശിവശങ്കരൻ എവിടെയുണ്ട്? എനിക്കറിയില്ല. അത് ശരിയല്ല, നിങ്ങൾക്കറിയാം. എന്റെ മോളാണ് സത്യം. എനിക്കറിയില്ല. ഞങ്ങളെ വഞ്ചിച്ചുണ്ടാക്കിയ പണത്തിന്റെ പങ്കുപറ്റാൻ ഇവിടെ എത്തിയിട്ട് ഒരറിവുമില്ലാതെ നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേട്ടൻ ഇനി ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക. ശിവശങ്കരൻ ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടെത്തും, കൊല്ലും. അനുജനെ രക്ഷിക്കാൻ നിന്ന് വെറുതെ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കണോ? ചേട്ടന് ഭാര്യയും
കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതല്ലേ? ദേവി തന്നെ വിശ്വസിക്കണം. എനിക്കറിയില്ല. കൊല്ലരുത്. ജീവന് കൊതിയുണ്ട്. അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. ശരി, പിന്നെ ആർക്കറിയാം? അമ്മയ്ക്കറിയൂ? ഇല്ല. അനിയത്തി പെണ്ണില്ലേ ഒരാൾ, അവൾക്കറിയൂ? ഇല്ല. പിന്നെ ആർക്കറിയാം? പറയൂ. ഇനി അബൂന് അറിയോന്ന് അറിയില്ല. അറിയില്ലെന്നാ എന്നോട് പറഞ്ഞത്. ചിലപ്പോ അറിയായിരിക്കും. അതെന്താ? അവർ രണ്ടുപേരും കൂടി ഇതൊക്കെ ചെയ്തത്. പേര് കൊടുത്തത് ശിവശങ്കരന്റെ ആണെന്ന് മാത്രം. ഓഹോ, അപ്പൊ അവൻ ടാക്സിക്കാരൻ സുഹൃത്ത് മാത്രമല്ല അല്ലേ? നീ കഥോടച്ചിട്ട് കിടന്നു, എന്നെ കാക്കണ്ട. സാറേ, ഉറക്കം കളഞ്ഞു അല്ലേ? ഞങ്ങള് ടാക്സി ഡ്രൈവർമാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ സാറേ? എപ്പോ ഒന്ന് വിളിച്ചാലും പോണം. സാറ് കയറിയാട്ടെ. സാറേ, സാർ ഇവിടെ ഏത് വീട്ടിലാ വന്നേന്ന് പറഞ്ഞേ? അത് പുറത്തു പറയാൻ വിഷമമുണ്ട്. ചിന്ന വീട്ടിൽ വന്ന ബഹളമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങുന്നതാണ് ബുദ്ധി. ഇറങ്ങടാ പട്ടു. നീ രക്ഷപ്പെടാൻ വിചാരിച്ചോ? ഫ്രാൻസി, വേണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തു. സോറി അമ്മ. വരൂ, നമുക്ക് സംസാരിക്കാൻ. വരൂന്നേ. അബുവിനെ ഇപ്പൊ സംഗതികളുടെ കിടപ്പ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അബു ശിവശങ്കരന് ഒറ്റിക്കൊടുത്തത് ഞങ്ങളെയാണ്. നിങ്ങളെ വഞ്ചിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ല. കുറച്ച് പണം കിട്ടാനൊരു മാർഗം. മനസ്സിലായി. പക്ഷേ ചെയ്തത് വലിയ ചതിയല്ലേ? വലിയ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത്. വെറും വിശ്വാസത്തിന്റെ മുകളിലാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നത്. നിങ്ങൾക്ക് 10-20 ലക്ഷം രൂപ കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് പോയത് 1 കോടിയാണ്. മാത്രവുമല്ല, വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ചെയ്തത് തെറ്റായിപ്പോയെന്ന് അറിയാം സാർ. വെരി ഗുഡ്. പക്ഷേ തെറ്റ് ചെയ്തിട്ട് സ്കൂൾ കുട്ടികളെ പോലെ തെറ്റ് സമ്മതിച്ചിട്ട് എന്താ കാര്യം? തെറ്റിനുള്ള ശിക്ഷ അത് അനുഭവിക്കണം, വേണ്ടേ? സാർ, ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് സാർ. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ആളുകളെ കൊല്ലുന്നത് ഞങ്ങളുടെ ജോലിയേ അല്ല. ഞങ്ങൾക്കും അമ്മയും പെങ്ങളും ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. അബുവിനൊരു തെറ്റുപറ്റി. ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ അബുവിനെയും ശിവശങ്കരനെയും പോലെ പണം അത്യാവശ്യമായിട്ടുള്ള പലർക്കും ഈ തെറ്റ് ചെയ്യാനൊരു തോന്നലുണ്ടാവും. അവർക്കിതൊരു പാഠമാണ്, വേണ്ടേ? ഞങ്ങൾ മാത്രമല്ല, ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അത് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ശിവശങ്കരനെ ഞങ്ങൾക്ക് വേണം. അവൻ എവിടെയുണ്ട്? എനിക്കറിയില്ല സാർ. അബുവിനെ രക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് അബു എന്നോട് സഹകരിക്കണം. ഫ്രാൻസിസ് എന്നെ പോലെയല്ല, പക്ഷെ അല്പ ചൂടനാണ്. പറയൂ. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പറയടാ. നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാം. ശിവൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ എന്നെ കൊന്നിട്ടേ നിങ്ങൾക്ക് അവനെ തൊടാൻ പറ്റൂ. ഇവനോടൊക്കെ സംസാരിക്കല്ലേ വേണ്ടത്, കൊല്ലണം. ഫ്രാൻസി, ശിവശങ്കരനോട് ശരിക്കും സ്നേഹമുള്ളവനാണിവൻ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എവിടെ ഉണ്ടെന്ന് ഇവൻ അറിയും. ഇവനെ ഇപ്പൊ കൊല്ലരുത്. വരും. എനിക്കിനി ജീവിക്കണ്ട. എന്റെ മോനെ അവര് കൊല്ലും. ഒന്നും ഉണ്ടാവില്ലമ്മേ. അതിനുള്ള വഴി ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ചെന്നിട്ട് ആഭ്യന്തരമന്ത്രിക്കൊരു പെറ്റീഷൻ അയക്കാം. നീയും കൂടി പോയാ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? ബാല, കുറച്ചു ദിവസം കൂടി നീ എന്റെ അടുത്ത് നിക്കട. അമ്മയ്ക്ക് ഇളയ മോനെ പറ്റിയ വിഷമമുള്ളൂ. ബാലേട്ടനും കൂടി ഇവിടെ നിന്ന് കള്ളക്കടത്തുകാരുടെ കൈകൊണ്ട് മരിക്കണോ? വല്യേട്ട് പൊയ്ക്കോട്ടമ്മേ, അവിടെ പെരപണി തുടങ്ങാൻ പോവില്ലേ? അതാ ഞാൻ ഈ ധൃതി കൂട്ടണേ. ഒരു ദിവസം നിശ്ചയിച്ചത് മുടങ്ങിയ അപശകുന.
ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവുകയില്ല. ഞാൻ പോയിട്ട് ഇടയ്ക്ക് വരാമേ. അമ്മ ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ പോവാ? വല്ലിട്ട് പുറപ്പെട്ടുള്ള അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചോളാം. എന്താ ചെയ്യേണ്ട ദൈവമേ? പ്രേമി, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം കേട്ടോ. ഞാൻ വരട്ടെ അമ്മേ. ഞാൻ പോട്ടെ അബു. ഓ, ജീവനെ കൊതിയുള്ളവരൊക്കെ വേഗം സ്ഥലം വിട്. അതെന്താ അബു അങ്ങനെ ഒരു സംസാരം? അങ്ങനെയെങ്കിൽ അങ്ങനെ, നിങ്ങൾ വാ. ജീവനെ കൊതിയില്ലാത്തൊരാരുമില്ല. ഞങ്ങളും അതെ. ഞങ്ങൾക്ക് ആ പണവും വേണ്ട. ബാലേട്ടാ, ഒരു ഉപകാരം ചെയ്യായിരുന്നു. അവര് വന്ന കാര്യവും ഭീഷണിപ്പെടുത്തിയ കാര്യവും അമ്മയോടും പ്രേമയോടും പറയാതിരിക്കാമായിരുന്നു. എന്റെ അബു, പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം? പ്രയോജനമൊന്നുമില്ല. കുറച്ച് ദിവസമെങ്കിലും അത്രയും. ഇങ്ങനെ വേദനിക്കണ്ടല്ലോ. എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടാ ബാലേട്ടൻ പോണത്. ബാലേട്ടാ വരൂ. സമയം കളയണ്ട, വയ്ക്കോ. അമ്മേ, അമ്മോ, ഇത്ര വിഷമിക്ക എന്താ ഉണ്ടായേ? ആരോ വന്ന് ബാലേട്ടനെ ഭീഷണിപ്പെടുത്തി, ഇത്രയല്ലേ ഉള്ളൂ. ശിവൻ അത്ര മണ്ടനൊന്നുമല്ല. അവൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. ഈ തിക്കും തിരക്കും കഴിയുമ്പോ അവയും വരും. എനിക്ക് തോന്നണത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവുന്ന. ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച അമ്മ വിഷമിക്കണ്ട. ഞാനില്ലേ അമ്മ ഇവിടെ? ഇനി നീ ഇവിടെ കരഞ്ഞ അമ്മയെ വിഷമിപ്പിക്കണ്ട. നല്ല വീക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ അടുക്കള വല്ല കാര്യമുണ്ടോ നോക്കടി. എന്തേ നീങ്ങി പോന്നേ? വരൂ. ഇക്കാക്കെ കാണുമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതാ. എന്താ കുട്ടി ഏതാ? എന്റെ പേര് തങ്കം. കല്യൂര് മരത്തിൽ വരുത്തിയ. ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ. ശിവൻകുട്ടിയോ? ആ, അബുവിന് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഉടനെ എന്നെ വന്ന് കാണണം. സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും. സ്നേഹപൂർവ്വം, ശിവൻ. എന്താ മോനെ എഴുതിയിരിക്കണേ? ഞാൻ പറഞ്ഞില്ലേമേ, പടച്ചോ നമ്മുടെ കൂടെയാ. ഞാനും വരട്ടെ മോനെ. എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി. അത് വേണ്ടമേ, ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം. അല്ലെ ചിലപ്പോ അപകടമാവും. ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം. ആ പണം എനിക്ക് വേണ്ട, അമ്മയ്ക്കും വേണ്ട. ശരി, അവള് പറഞ്ഞത്. എനിക്ക് അവൻ മാത്രം മതി. വെറുതെ ആദ്യ പിടിക്കണ്ട. അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും. ചേട്ടത്തിയുടെ അല്ലേ അനിയത്തി. തങ്കം വന്നോ ലക്ഷ്മി? ഇല്ല, ദീപാരാധന കഴിയണവർ വന്നിട്ടില്ല. എവിടെ പോയാ കുട്ടി? ആ, പുന്നാരിച്ച് തലേ കയറ്റി വെച്ചോ. ഇള്ളാ കുഞ്ഞ് അനുഭവിച്ചോ. ആരുടെ കൂടെ പോയി ആർക്കറിയാം. ആരാരുടെ കുട്ടികളോട് ചോദിച്ചോ നീ? ഉവ്, ഉച്ചയ്ക്ക് അവിടെ ചെന്നിരുന്നു അത്രേ. അവക്കാരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക്? അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ഓ പിന്നെ, നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലേ അവള് പ്രേമിക്കാൻ പോകുന്നത്. ഞാനൊന്ന് നോക്കിയാ കുറ്റം, മിണ്ടിയാ കുറ്റം, അടുത്തൂടെ പോയാ ഒഴിഞ്ഞു മാറും. എനിക്കെന്താ വല്ല മഹാരോഗമുണ്ടോ? ഒന്നുമില്ലേലും ഞാൻ അവളുടെ ഏട്ടനല്ലേടി. ആരും വിഷമിക്കണ്ട, എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല. അവള് വരും. ഓ വരും, ഒരു 5-6 മാസം കഴിഞ്ഞ് വയറും വീർപ്പിച്ചോണ്ട്. നാക്ക് വളച്ചാ വൃത്തികെട്ട ഭാഷയെ വരൂ. ആ വന്നല്ല. എവിടെ ആയിരുന്നു നീ? അത് ഞാൻ എവിടെ ആയിരുന്നു നീ? ചീത്ത
പേര് കേൾപ്പിച്ചിട്ട് ഇടത്തെ പോലെ കാല് പിടിക്കാൻ വന്നാല് അച്ഛൻ തൂങ്ങി നിൽക്കണുണ്ടാവും ഉത്തരത്തേല്. എവിടെ പോയിരുന്നിട്ട് നീ? വൈകിയപ്പോ പേടിച്ചു അല്ലേ? ബസ് കിട്ടിയില്ല. ആളെ കണ്ടു. രാത്രി വരും കുളപ്പരയില്. ഒരുപാട് തല്ലി അല്ലേ? തങ്കം, കുത്തുവാക്ക് കേട്ട് മടുത്തു അച്ഛൻ. സഹിക്കാൻ പറ്റിയില്ല. വാക്കുകൊണ്ട് പോലും എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല. സന്ധ്യാവണവരെ എവിടെയായിരുന്നു നീ? അച്ഛന്റെ തങ്കത്തിന് വിശ്വാസമല്ലേ? വിശ്വാസ. കിടന്നോളൂ. അച്ഛനോട് അനിഷ്ടം തോന്നരുത് കേട്ടോ. അപ്പോ നമ്മൾ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. തലനാരിഴയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. ഇതുണ്ടോ? വെടികൊണ്ടതാ. അതൊക്കെ പിന്നെ പറയാം. അമ്മ സുഖമായിരിക്കുന്നു. പ്രേമി ബാലേട്ടൻ പോയി. ഏട്ടനെ അവര് വന്ന് ഭീഷണിപ്പെടുത്തി. അവരുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് പടച്ചോന്റെ സഹായം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. നിന്നെ അവർക്ക് വേണ്ടത്. നിന്റെ പേരിലായിരുന്നല്ലോ എല്ലാം. സാരമില്ല, നിന്നെ അവര് വെറുതെ വിട്ടല്ലോ. നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു. പണവുമായി ഞാൻ മുങ്ങിയെന്ന്. നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. പണം എവിടെയും പ്രശ്നമാണടാ, ഏത് ബന്ധത്തിനും. ഇതാ 20 ലക്ഷം രൂപ. തൽക്കാലം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം. അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും. ഇതിൽ എന്റെ വിഹിതം കൊണ്ട് നീ എന്റെ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണം. കടങ്ങൾ തീർക്കണം. പ്രേമയെ നല്ല നിലയെ കെട്ടിച്ചുവിടണം. ഏട്ടനും കൊടുക്കണം കൈ നിറയെ പണം. ഞാൻ തിരിച്ചു വരുമ്പോ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഒക്കെയുള്ള അബൂബക്കർ മുതലാളിയായിരിക്കണം നീ. വാങ്ങ. ആർക്കും അതിനോടായി പണം. അമ്മയ്ക്ക് വേണ്ട, പ്രേമയ്ക്ക് വേണ്ട, ഏട്ടനും വേണ്ട. അമ്മയ്ക്ക് നിന്നെ മാത്രം മതി. എനിക്കും. നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ടടാ. അബു, പിന്നെ ആർക്ക് വേണ്ടിയാടാ നമ്മളിത് ചെയ്തത്? ഇത് ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനും. നിനക്ക് വേണ്ടി അവർ ഓരോ മുക്കും മൂലയും തിരയുക.
കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ പണം നിനക്ക് അപ്പോൾ ഉപകരിക്കും. എങ്ങോട്ട് പോകും ഞാൻ? നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും, ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട്. ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം. സമ്മതിച്ചോ? സമ്മതിച്ചു. ദാ വയ്ക്കോ. അബു, ഉമ്മ. ഉമ്മ നിനക്ക് വേണ്ടി പടച്ചനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്.